ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ആദ്യമായിട്ടൊരു വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിലാണ് നമ്മളിപ്പോൾ വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ പോകുന്നത്. ക്യാൻവ ഓൾറെഡി എൻ്റെ ഫോണിൽ ക്യാൻവ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അപ്ഡേഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. നിങ്ങൾ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന്. ഇതിൻ്റെ പ്ലേ സ്റ്റോർ അത് ഓപ്പൺ ചെയ്യാം. ക്യാൻവ നമുക്കിവിടെ ഫോണിൽ വന്ന് കിടപ്പുണ്ടാവും ഫോണിൻ്റെ സ്ക്രീനിൽ. ക്യാൻവ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കാം. നമുക്ക് ബിസിനസ് കാർഡ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ സെർച്ചിന് ഓപ്ഷൻ ഉണ്ട്, അതിൽ സെർച്ച് ചെയ്യാം ബിസിനസ് കാർഡ്. ബിസിനസ് കാർഡിൽ ഈ പ്രോ എന്ന് പറഞ്ഞ കിരീടം പോലെ കൊടുത്തേക്കുന്നതൊക്കെ നമുക്ക് പേയബിൾ ആണ്. അതല്ലാത്തൊരു വിസിറ്റിംഗ് കാർഡ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. നമ്മളുടെ ഫോട്ടോയോ നമ്മുടെ ലോഗോയോ എന്ത് വേണമെങ്കിലും നമുക്കതിൽ ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഫക്റ്റ് കൊടുക്കാം. അവിടെ എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ആനിമേഷൻ, അങ്ങനെ പല തരത്തിലുള്ള ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കവിടെ വേറൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്യാണ്. അതിൽ സൈഡിൽ പ്ലസ്സിൽ ഞെക്കിയിട്ട് ഗാലറി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അല്ലെങ്കിൽ ലോഗോയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡ് ടു പേജ് കൊടുക്കുക. ആഡ് ടു പേജ് കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ ഇതിലേക്ക് ക്യാൻവ എന്ന നമ്മുടെ വിസിറ്റിംഗ് കാർഡിലേക്ക് അത് വരും. പിന്നെ അത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ മുകളിലത്തെ പ്ലസ് കൊടുത്തിട്ട് കോപ്പി ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷനുണ്ട്. അതിനുശേഷം നമുക്കിപ്പോൾ അവിടെ പേര്, ഇപ്പം നമ്മൾ പേര് അഞ്ജു എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കാം. അഞ്ജു ഒരു ജനറൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജറായി തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അങ്ങനെ. ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ എഡിറ്റ് ചെയ്ത് ഓരോന്നും ഇതുപോലെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം, നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം, നമ്മളുടെ വെബ്സൈറ്റ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഫോൺ സൈസ് വേണമെങ്കിൽ സൈഡ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനത് സൈസ് ചെയ്യും. ഇത് നമ്മുടെ പ്ലേസ് ആണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. മുകളിലത്തെ ആരോയിൽ പിടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ചോദിക്കും എങ്ങോട്ടാണെന്ന്, അതെവിടെയൊക്കെയാണെന്ന് കൊടുക്കാം. ഇല്ലെങ്കിൽ വെറുതെ ഗാലറിയിലേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ലിങ്കൊന്നും വേണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഡൗൺലോഡ് ആവുകയാണ്. കണ്ടോ, സേവ് ടു ഗാലറിയിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് വേറെ ഏതെങ്കിലും കോപ്പി ലിങ്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. വേണ്ട, എനിക്കിപ്പോൾ ഗാലറിയിൽ തന്നെ മാത്രം മതി.